എവറേജ് സ്റ്റുഡൻറ്റിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഞാനൊരു ടോപ്പർ ഒന്നും അല്ലെങ്കിൽ 8 to 10th വരെ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടത് വെച്ചാൽ ഇവിടെ 10th പഠിക്കുന്നത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, വെറുതെ വീട്ടിൽ കൂട്ടാൻ നിൽക്കണ്ട. 10th കഴിഞ്ഞിട്ട് നമ്മൾ ഏതെടുക്കണം എങ്ങനെ പഠിക്കണം. ഹലോ, ഇറ്റ്സ് മീ ആര്യ. അപ്പോൾ വെൽക്കം ബാക്ക് ആര്യ നമ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. ആക്ച്വലി ഞാനിപ്പം ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഞാനൊരു ടോപ്പർ ഒന്നും അല്ലെങ്കിലും ഒരു ആവറേജ് സ്റ്റുഡൻസ് ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ഞാൻ ഇതുവരെ പഠിച്ചതിൽ വെച്ചിട്ട് നമ്മൾ 8 to 10th വരെ എങ്ങനെ പഠിക്കണം, അതേപോലെ തന്നെ +1 +2 ഞാൻ സയൻസ് സ്ട്രീം ആയിരുന്നു. ദെൻ ഏത് സ്ട്രീം ആയാലും നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സയൻസ്, കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ മെജോറിറ്റി കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ എങ്ങനെ പഠിക്കണം. ഞാനൊരു ഫുൾ ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല. അതേപോലെ തന്നെ ഇപ്പം 6 months ആണല്ലോ നമുക്കൊരു സെം വരുന്നത്. അപ്പം ഈ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പഠിച്ചു വരുന്നത്, ഡെയിലി പഠിച്ചു വരുന്നത്, അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ഒന്നല്ല. ഞാൻ കുറച്ച് മെസ്സി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ എന്നിട്ടും എങ്ങനെയാണ് എൻ്റെ രീതിയിൽ എനിക്ക് പറ്റുന്ന എൻ്റെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നേരെ വലത്തുനിന്ന് ചെറുതിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ പറയുകയാണ്, ഞാൻ ഈ ഒരു പേപ്പർ എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് ഞാനിത് പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. എൻ്റെ 5th സെമ്മിൽ പഠിക്കാനുള്ള ഒരു പേപ്പറാണ്. എനിക്ക് ലിറ്റററി തിയറി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ബുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഒത്തിരി തിയറീസ് ഉണ്ട്. 10-15ഓളം തിയറീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ പഠിക്കണം. ചില ആൾക്കാർക്ക് നോട്ട് എഴുതിയിട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, എന്നാൽ ബാക്കിയുള്ളവർക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ടൊക്കെ പഠിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ ആക്ച്വലി എഴുതാനൊക്കെ നല്ല മടിയുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ എഴുതി പഠിച്ചാലാണ് എനിക്ക് കൂടുതൽ ഇപ്പം മനസ്സിലാവാൻ തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പം 10th ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കണക്ക് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും വലിയ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ഈ കണക്കൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് പറയും കണക്കൊക്കെ എഴുതി പഠിക്കണം, ചെയ്ത് പഠിക്കണം, എന്നാൽ മാത്രമേ റെഡി ആവുള്ളൂ എന്ന് പറയായിരുന്നു. അപ്പോഴൊന്നും ഞാൻ ചെയ്തൊന്നും പഠിക്കില്ല. എന്നിട്ട് ഇപ്പം പക്ഷേ ഞാൻ ഓരോ നോട്ട്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് പഠിക്കല്. അപ്പം പിന്നെ ഞാൻ പഠിക്കലില്ല സത്യം പറഞ്ഞാൽ. എഴുതും, ആ ഓർമ്മ വെച്ച് പോയി എക്സാം എഴുതും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് എനിക്ക് കിട്ടലുണ്ട്. ഇപ്പോൾ ഈ സബ്ജക്ട്സിലും ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും ഇല്ലെങ്കിലും ഒരു A+A ഗ്രേഡ് ആ ഒരു ലെവലിലെങ്കിലും ഞാൻ എത്താറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് അയ്യോ എൻ്റെ എക്സാം എന്നുള്ള ആ ഒരു രീതിയിൽ ടംബർ ചെയ്തിട്ടൊന്നും പഠിക്കട്ടെ. അങ്ങനെയൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ കൂളായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കഴിവ് എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിൽ മാത്രം പഠിച്ചാൽ മതി. വെറുതെ ഇപ്പോൾ നമ്മൾ അയ്യോ എനിക്ക് പഠിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടുന്നുള്ളൂ, അങ്ങനെ ഒന്നും ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തെറ്റ് എവിടെയാണെന്ന് കണ്ടെത്തുക. നമ്മൾ എങ്ങനെ പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് മാർക്ക് കിട്ടാത്തത്, എന്തൊക്കെയാണ് നമ്മുടെ ഫെയിലേഴ്സ്. നമ്മളിപ്പം എക്സാം ഞാൻ നന്നായിട്ട് എഴുതുന്നുണ്ട്, നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടാത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ചിലപ്പം നമ്മൾ പഠിക്കുന്നതിന് മിസ്റ്റേക്ക് ആയിരിക്കും, എന്നാൽ ചിലപ്പോൾ നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ അതും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറയുന്നത് അത് സത്യമാണ്. നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചത് ചിലപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന സബ്ജക്റ്റ് വരെ നമ്മളോട് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തൊക്കെ ടിപ്സ് ട്രിക്സ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണാം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതെൻ്റെ ലിറ്റററി തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് ടോട്ടൽ 5 modules ആണ്. ഓരോ തിയറികളാണ്. പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഭാഗമൊന്നുമല്ല, നല്ല ബോറിംഗ് ആയിട്ടുള്ള ഭാഗമാണ്, ഒരിക്കലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഭാഗമല്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെന്ന് വെച്ചാൽ, നമ്മൾ പരീക്ഷേൻ്റെ തലേന്ന് ഇങ്ങനത്തെ ഒക്കെ പേപ്പർ എടുത്ത് നോക്കുക കഴിഞ്ഞാൽ നമ്മുടെ കിളി പോകുന്ന അവസ്ഥയാണ്. ഇതെന്നല്ല, ഏത് പേപ്പർ ആയാലും, ഈവൻ നമ്മൾ 8 to 12th വരെ ആണെങ്കിൽ ഇപ്പോൾ മാത്സ് പേപ്പർ, ഫിസിക്സ് പേപ്പർ, കെമിസ്ട്രി പേപ്പർ, ഈവൻ ഏതോ ആയിക്കോട്ടെ, നമുക്ക് കിളി പോകുന്ന അവസ്ഥയാണ് പരീക്ഷേൻ്റെ തലേന്നൊക്കെ എടുത്ത് നോക്കാൻ നിന്നാൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് പരീക്ഷേൻ്റെ തലേന്ന് പോയിട്ട് ബുക്ക് തുറക്കാനും പാടില്ല. എന്നാലിപ്പം നമ്മളിപ്പോൾ സെമ്മ് തുടങ്ങുമ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ഡെയിലി ഇരുന്ന് പഠിക്കാൻ നമ്മളായാലും മടിയന്മാരാണ്. അങ്ങനെ പഠിക്കുന്നതിൻ്റെ പഠിച്ചോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്നവരോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത്. നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ ടൈം ടേബിൾ വന്നതിന് ശേഷം, ഇപ്പം സെമ്മ് വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ ടൈം ടേബിൾ വന്നതിന് ശേഷം, ഇതിപ്പോൾ ഞാൻ ജനുവരി മാസത്തിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു സെമ്മിൻ്റെ എക്സാം മാർച്ചിൽ ടൈം ടേബിൾ വന്നെന്ന് വിചാരിക്കാം, മാർച്ച് മാസത്തേക്ക് ടൈം ടേബിൾ വന്നെന്ന് വിചാരിക്കാം. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഫെബ്രുവരി റിലാക്സിങ് മന്തായിട്ട് എടുക്കാം.
എന്നിട്ട് നമ്മൾ മാർച്ച് 1 തുടങ്ങാം. മാർച്ച് ലാസ്റ്റാണ് എക്സാം എങ്കിൽ മാത്രം കേട്ടോ. മാർച്ച് 1 നമ്മൾ പഠിക്കാൻ തുടങ്ങാം. അതായത് ഓരോ സബ്ജക്ട്സും നമ്മൾ അതിനോടുള്ള ഒരു അപ്രോച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പം ഈ ഒരു പേപ്പറിനെ ഞാൻ പറഞ്ഞു തിയറി, കുറേ തിയറിയാണ്, എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ല. ആ സ്ഥാനത്ത് എനിക്ക് വേറൊരു പേപ്പർ ഉണ്ട്, അതെനിക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഒരു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ്. വേറൊരു സബ്ജക്റ്റ് ഉണ്ട്, അതിങ്ങനെ കുറച്ച് വരയ്ക്കാനും പിന്നെ മാർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ഭാഗമായിരിക്കും. കുറച്ചുകൂടി ക്രിയേറ്റീവും മെമ്മറി ഒക്കെ വെച്ചിട്ട് എഴുതുന്ന ഒരു സബ്ജക്റ്റാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ഓർത്ത് വെക്കുക, അതിനെപ്പറ്റി പോയി പരീക്ഷ എഴുതുക, പിന്നെ നമ്മൾ വിട്ട്. നമുക്ക് ഭാവിയിലേക്ക് പ്രത്യേകിച്ച് വേറെ യൂസ്ഫുൾ ഒന്നും ഇല്ല ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വിട്ട്. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിലബസിൽ നമ്മൾ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, നമ്മൾ എങ്ങനത്തെ സബ്ജക്റ്റ് ആണ് പഠിക്കുന്നതെന്ന് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഒരാഴ്ച 1 വീക്ക് ഒരു സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുക. ഏറ്റവും കുറഞ്ഞത് 1 വീക്ക് കിട്ടാം. അത് ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച്. അതായത് എനിക്കിപ്പം രാവിലെ തൊട്ട് രാത്രി വരെ പഠിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കുന്ന ഇഷ്ടമെങ്കിൽ ഞാൻ ആ കംപ്ലീറ്റ് ടൈം ഞാൻ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. ഓരോ ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ എനിക്ക് 50 പാഠം ഉണ്ടെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ ഒരു 5 മൊഡ്യൂളായിട്ട് 50 പാഠം ഉണ്ടെന്ന് വിചാരിക്കും. 50 ഒന്നും ഉണ്ടാവില്ല കേട്ടോ, വളരെ കൂട്ടി പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസം ഈ 10 പാഠം ഒരു ദിവസം, അപ്പം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 hours 1 or 2 hours ഒരു ചാപ്റ്ററിന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ടൈം ടേബിൾ എഴുതിയൊന്നും ഉണ്ടാക്കണ്ട, നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ മാക്സിമം അപ്പോൾ 10 ചാപ്റ്റർ ഒരു ദിവസം ആണെങ്കിൽ നമ്മൾ മാക്സിമം 10 ചാപ്റ്റർ ഒരു ദിവസം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ടെൻഷൻ വെച്ചിരിക്കരുത്, പിറ്റേന്നത് കവർ ചെയ്ത് പോവുക. അല്ലാണ്ട് അയ്യോ ഇന്നലത്തെ 10 5 അവിടെ ബാക്കിയുണ്ടല്ലോ, അപ്പം ഇന്ന് ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഞാൻ പറയുന്ന ഈ ഒരു 1 വീക്ക് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നോട്ടൊന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും നമ്മളെ മനസ്സിലൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് മൂവ് ഓൺ ചെയ്യാം. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു മാസത്തിൽ ഒരാഴ്ച ഇന്നൊരു സബ്ജക്റ്റ്, അടുത്ത ആഴ്ച ഈ ഒരു സബ്ജക്റ്റ്, അടുത്ത ആഴ്ച ഈ ഒരു സബ്ജക്റ്റ്, അങ്ങനെ നമ്മൾ ഓരോ വീക്ക് ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഉണ്ടാകുന്ന ആ ഒരു ടമ്പർ കുറയ്ക്കാൻ നല്ല ഹെൽപ്ഫുൾ ആവും കേട്ടോ. അതിൻ്റെ ഒരു ടിപ്പാണ്, ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. എന്നിട്ട് നമ്മൾ പിന്നെ റിവൈസ് ചെയ്യാൻ മസ്റ്റായിട്ട് ടൈം കണ്ടുവെക്കണം. നിങ്ങൾ കണ്ടുവെക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് രാവിലെ തൊട്ട് ഒരു മാസം മുമ്പേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷേൻ്റെ ഒരു ടമ്പറും അതേപോലെ തന്നെ ഒരു ടെൻഷനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് തുറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഭാഗമാണെങ്കിൽ തന്നെ നമുക്കത് ഓർമ്മ വരണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫുൾ ടെൻഷനിലായിരിക്കും, അയ്യോ ഇത്രയും ചാപ്റ്റർ ഉണ്ടല്ലോ, ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും നമുക്ക് ഓർമ്മ വരാത്തത്. പക്ഷെ അതിൻ്റെ ഒരു ടെൻഷനിൽ നമുക്ക് ആ ഒരു വോൾ ചാപ്റ്റർ അല്ലെങ്കിൽ വോൾ ടെക്സ്റ്റ് ഫുള്ള് നമ്മൾ ഫോർഗോട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ പറയാൻ കാരണം നമ്മൾ റിവൈസ് ചെയ്യാനും ടൈം കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ പരീക്ഷേൻ്റെ ഏറ്റവും കുറഞ്ഞത് തലേ ദിവസമെങ്കിലും, 2 ദിവസം 3 ദിവസം എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ തലേ ദിവസമെങ്കിലും നമ്മളങ്ങനെ പഠിക്കാം. നമ്മുടെ സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അന്ന് മാത്രം ഇരുന്നായിട്ട് പഠിക്കാം. അതുവരെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുകയോ നോട്ട്സ് എഴുതി വെക്കുകയോ ഒക്കെ ചെയ്താൽ മതി. പക്ഷെ പരീക്ഷേൻ്റെ ആ ഒരു 2 ദിവസം നമ്മൾ ഇരുന്നായിട്ട് പഠിക്കുക. അതിൻ്റെ സെക്കൻഡ് ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് മനസ്സിലേക്ക് ഒന്നും കൂടി ആയിന്നിറങ്ങുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അത് പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്ക് അറിയാത്ത കാര്യങ്ങൾ ആൾക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാനും അത് സഹായിക്കുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ ഉറപ്പായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. യു ക്യാൻ വിൻ. നല്ലൊരു മാർക്ക് ഉണ്ടാവും അത് വെച്ചിട്ടിട്ടോ, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ. പിന്നെ അടുത്ത കാര്യം ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. അത് അധികം ആൾക്കാർക്കും കഴിയാത്തൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം 2 മാർക്ക് 5 മാർക്ക് 10 മാർക്കാണ് എക്സാമിന് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് വിചാരിക്കാം. എനിക്ക് ഓർമ്മയില്ല ഹയർ സെക്കൻഡറി ഹൈസ്കൂളൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് ഓർമ്മയില്ല. എനിക്ക് ഡിഗ്രിയിൽ ഇങ്ങനെയാണെന്ന് അറിയാം, അല്ലാണ്ട് അതിന് മുമ്പ് എങ്ങനെയായിരുന്നു എനിക്ക് സത്യം പറയാൻ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് 2 മാർക്സിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 2 മാർക്സിനുള്ളത് പഠിച്ചാൽ മതി. വെറുതെ നമ്മൾ ആവശ്യമില്ലാണ്ട് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ 5 മാർക്കിനുള്ളത് 10 മാർക്കിനുള്ള, പിന്നെ 10 മാർക്കിനൊക്കെ എക്സാം എഴുതുമ്പം നമ്മൾ അതിൻ്റെ ഒരു പാറ്റേൺ അത് ഉറപ്പായിട്ടും നമ്മളത് ഫോളോ ചെയ്യണം. ഉറപ്പായിട്ടും ഫോളോ ചെയ്യുന്നത് വെച്ചാൽ മാത്രമേ നമുക്ക് അതിൽ ഫുള്ളില്ലെങ്കിൽ നമുക്ക് മാക്സിമം മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിൻ്റെ പാറ്റേൺ, അതേപോലെ തന്നെ അതിൽ ഇപ്പോൾ സബ് പോയിന്റ് ആയിട്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് എടുത്ത് എഴുതണം. അത്
പേപ്പർ നോക്കുന്ന ആളുടെ ശ്രദ്ധയിൽ പെടുന്ന രീതിയിൽ വേണം നമ്മൾ അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നീറ്റും ക്ലിയർനെസ്സും ഒക്കെ വേണം. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു UG ലെവലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനിയിപ്പോൾ ഇതാ FI UGP വരികയാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. പക്ഷെ പഠിക്കേണ്ട രീതി ഇതൊക്കെ തന്നെ ആയിരിക്കാം. ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയാണ്, എനിക്ക് ബെറ്റർ ആയിട്ട് എന്ന് തോന്നുന്ന രീതിയാണ് ഞാൻ കൂടി സജസ്റ്റ് ചെയ്യാണ്. അത് തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയല്ല കേട്ടോ. ആക്ച്വലി ആസ് യുവർ വിഷാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. നിങ്ങളുടെ രീതി ഈസ് ബെസ്റ്റ് ആണെങ്കിൽ യു ക്യാൻ. പക്ഷെ ഞാൻ ഒരു എവറേജ് സ്റ്റുഡൻറ്റിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. ആ ഒരു രീതിയിൽ മാത്രമേ ഇത് എടുക്കുക. ഇനി നമുക്ക് 8, 10 ഞാൻ പറഞ്ഞുതരാം. 8, 9, 10 എന്ന് പറയുമ്പം 7ാം ക്ലാസ് വരെ നമ്മൾ കളിച്ച്, എൻ്റെ കഥയാണെങ്കിൽ ഞാൻ കളിച്ച് പഠിക്കാണ്ട് നടന്നൊരു ടൈമാണ് കേട്ടോ. 8ാം ക്ലാസ് 8, 9, 10 എത്തിപ്പാണെങ്കിൽ നമ്മളൊന്ന് പഠിക്കണം. ഇനിയിപ്പോൾ 10ാം ക്ലാസ്, അയ്യോ എൻ്റെ 10ാം ക്ലാസ്സിന്റെ മാർക്ക്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം. പക്ഷെ 8ാം ക്ലാസ്സിന് ഞാൻ 7 വരെ മലയാളം മീഡിയം പഠിച്ചും കണ്ട്, ഇംഗ്ലീഷ് മീഡിയം പഠിച്ചും കണ്ട് ഞാൻ 7ാം ക്ലാസ്സിൽ നിന്ന് മലയാളം മീഡിയത്തേക്ക് ചാടി. ഞാൻ സ്റ്റേറ്റ് തരുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മലയാളം മീഡിയത്തിലേക്ക് ചാടിയതും എനിക്ക് ഇംഗ്ലീഷും ഇല്ല മലയാളം ഇല്ലാത്ത പറഞ്ഞൊരു അവസ്ഥയാണിപ്പോയി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് 8ാം ക്ലാസ്സൊക്കെ പിടിച്ച് കയറിയത്. 9ാം ക്ലാസ്സും അതേപോലെ തന്നെ. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ 10th പഠിക്കുന്നത് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈസ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതിനെക്കാട്ടി കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഫിസിക്സും കെമിസ്ട്രിയും. അപ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജീൻ്റെ ഒരു ബേസ് കിട്ടണമെങ്കിൽ നമ്മൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്യണം. എന്നാലേ നമുക്ക് അതിനൊരു ഐഡിയ കിട്ടുള്ളൂ. അത് 9ാം ക്ലാസ് നല്ലോണം ഒന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. കെമിസ്ട്രി കുറച്ച് കൂടുതലായിട്ട് കേട്ടോ. ഫിസിക്സും 9ാം ക്ലാസ്സിലെ ഫിസിക്സും 10ാം ക്ലാസ്സിലെ ഫിസിക്സും ആയിട്ട് വലിയൊരു ബന്ധമല്ല. എന്താ പറയുക, ഇപ്പോൾ 9ാം ക്ലാസ് വരെയൊക്കെ പഠിക്കാണ്ട് പോയ ഒരാളാണെങ്കിൽ കൂടിയിട്ട് 10ാം ക്ലാസ്സിൽ അവർക്ക് അത് കവർ ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയും 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയും തമ്മിൽ കുറച്ചൊരു ബന്ധമുണ്ട്. അപ്പോൾ 9ാം ക്ലാസ്സിൽ നിന്ന് കെമിസ്ട്രി അത്യാവശ്യം ഒരു ബേസ് കിട്ടിയാൽ മാത്രമേ 10ാം ക്ലാസ്സിൽ നമുക്ക് ട്രാക്കിലേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യമാണ്, ഇപ്പോഴൊക്കെ ആരെങ്കിലും 10ാം ക്ലാസ് എഴുതുന്നുണ്ടെങ്കിൽ ഞാനൊരു ചേച്ചി എന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയും 10ാം ക്ലാസ്സാണ്, അയ്യോ എല്ലാവരും മാർക്ക് ചോദിക്കും, പേടിയാവുന്നു. എന്നോട് പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി പേടിയാവുന്നു 10ാം ക്ലാസ്, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഉള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് കൊടുക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളോടും കൂടി അഡ്വൈസ് തരികയാണ്. 10ാം ക്ലാസ് എന്ന് വെച്ചാൽ ഒന്നുമല്ല, 10 +1 ഡിഗ്രി ഒന്നുമല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് വിചാരിച്ചാലും അതിന് നമുക്കൊരു വിധി എന്ന് പറയാൻ പറ്റില്ല. നമ്മളതിന് ട്രൈ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. പക്ഷെ അതിൽ ഈ 10 +2 എന്നൊന്നും മാർക്ക് അതിനൊരു കാരണേ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അതൊന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കുകയും വേറെ എന്തെങ്കിലും എന്താ പറയുക വെറുതെ BP കൂട്ടാൻ നിൽക്കണ്ട. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ മാക്സിമം മാത്രം നമ്മൾ നോക്കാം. വേറെ ഒന്നും ചിന്തിക്കേണ്ട, വേറെ ആരെ പറ്റിയും ചിന്തിക്കേണ്ട, നാട്ടുകാരെ പറ്റിയും വീട്ടുകാരെ പറ്റിയും ചിന്തിക്കേണ്ട. നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ സ്കോർ ചെയ്യാം. പക്ഷെ ഉഴപ്പി നടക്കരുത്. നമുക്ക് കഴിവുണ്ടായിട്ട് നമ്മളത് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാതിരിക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി ഞാനിത് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, 10ാം ക്ലാസ് പിന്നെ പ്രത്യേകിച്ച് ടിപ്പൊന്നും പറയേണ്ട കാര്യമില്ല. 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരേ കാര്യം തന്നെ പിന്നെയും റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. നൈറ്റ് ക്ലാസ്, ഈവനിങ് ക്ലാസ്, മോർണിംഗ് ക്ലാസ്, കുറച്ച് സിലബസും ഉണ്ട്. എന്നാൽ നമുക്ക് ഒത്തിരി ടൈമും ഉള്ളൊരു ഇയറാണ് നമ്മുടെ 10ാം ക്ലാസ് എന്ന് വെച്ചാൽ. ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും 10ാം ക്ലാസ് കുട്ടികളൊക്കെ പഠിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴത്തെ കുട്ടികൾ കേട്ടോ. പക്ഷേ നല്ല ഇൻട്രസ്റ്റിൽ പഠിക്കാൻ പറ്റിയൊരു ഇയറാണ് 10ാം ക്ലാസ് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പഠിക്കാൻ കഴിയും. അതായത് ഇപ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞു, പിന്നെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, പിന്നെയും നമ്മൾ ഫസ്റ്റ് തൊട്ട് തന്നെ റിവൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും മറന്നുപോയ കാര്യങ്ങളൊക്കെ പിന്നെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നുകൂടി മനസ്സിലാകും. പിന്നെ ഫൈനൽ എക്സാം എഴുതുക, അതിൻ്റെ ഒരു ടെൻഷന്, റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ കൂടിയിട്ട് പക്ഷെ കുറച്ചുകൂടി സിമ്പിളും നമുക്ക് ഒത്തിരി ടൈമൊക്കെ കിട്ടുന്ന നല്ലൊരു ഇയർ ആയിരിക്കും നമ്മുടെ 10ാം ക്ലാസ് എന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ ആവട്ടെ, എല്ലാവർക്കും നല്ല വിജയാശംസകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും വിഷ് ചെയ്യാണ്. പിന്നെ നമുക്ക് നേരെ +2ലേക്ക് കിടക്കാം. 10th കഴിഞ്ഞിട്ട് നമ്മൾ ഏതെടുക്കണമെന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. 10th കഴിഞ്ഞിട്ട് 3 ഓപ്ഷനാണ് നമുക്ക് സ്റ്റേറ്റിലുള്ളത്. VHSC വേറെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ സയൻസ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് ഞാൻ പ്രിഫർ ചെയ്യുക. നമ്മുടെ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ താങ്ങാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രം സയൻസ് എടുത്താൽ മതി. മെൻ്റലി സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം സയൻസ് എടുക്കാം. കൊമേഴ്സിൻ്റെ ഞാൻ സയൻസ് എടുത്ത ഒരാളാണ്, അപ്പോൾ കൊമേഴ്സിന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഹ്യൂമാനിറ്റീസിൻ്റെത് കുറച്ചുകൂടി നമ്മൾ സോഷ്യൽ
ഇഷ്ടമുള്ള ആള്, സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള ആൾ, ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവുണ്ടാവില്ല, ഹിസ്റ്ററി ഒക്കെ പഠിക്കാനില്ല. അങ്ങനത്തെ ആൾക്കാർ ഹിസ്റ്ററി എടുക്കാം. പിന്നെ കൊമേഴ്സിൻ്റെത് നമ്മൾ പറയാം കണക്ക്, അക്കൗണ്ടൻസി ഒക്കെ ഉണ്ടല്ലേ. ഇനി അങ്ങനത്തെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അക്കൗണ്ടൻസി എടുക്കാം. നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുടെ ഫോഴ്സിൽ ഒരിക്കലും നമ്മളൊരു കോഴ്സ് എടുക്കരുത്. ഞാൻ സയൻസ് എൻ്റെ ചുറ്റുള്ള ആൾക്കാരുടെ ഫോഴ്സിൽ എടുത്ത ഒരാളാണ്. ചുറ്റുള്ള ആൾക്കാരുടെ ഫോഴ്സ് എന്ന് വെച്ചാൽ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും പറഞ്ഞു 10th നല്ല മാർക്ക് ഉണ്ടല്ലോ, സയൻസ് എടുക്കാം. അപ്പം ഞാൻ വിചാരിച്ചു സയൻസിൽ എന്താ ഉള്ളത് എന്നുള്ള രീതിയിൽ ഞാൻ പോയി എടുത്തു. പക്ഷെ എനിക്ക് എൻ്റെ മാക്സിമം സയൻസിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 88% മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇനി എനിവേ ഞാൻ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ സയൻസ്. പക്ഷേ എനിവേ ഞാൻ എടുത്തുപോയി, പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞു. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, അതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കുക. ചുറ്റുള്ള ആൾക്കാരുടെ ഫോഴ്സിൽ നമ്മൾ ഒരു സബ്ജക്റ്റും എടുക്കാതിരിക്കുക. അതും ഒരു ലക്ഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ. ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എടുക്കാം. ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യും ഉറപ്പായിട്ടും. പക്ഷെ എന്നാലും ഇന്ന രീതിയിൽ ഞാൻ പോകുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ ഒന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ 10ാം ക്ലാസ് ഒന്നും നമ്മൾ എന്തായി തീരണം എന്നൊന്നും ഒരു ഐഡിയയും ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇന്നതാവണമെന്ന് ലൈഫിൽ അത്രയും ആഗ്രഹമുള്ള ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ തന്നെ പോവുക. ട്രൈ അഗെയിൻ. ചിലപ്പോൾ ഫെയിൽ ആകും, ചിലപ്പോൾ നമ്മളെ പിടിച്ചിട്ട് എത്തിയില്ല എന്ന് വരും. പക്ഷെ ഉറപ്പായിട്ട് എത്തും. നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടാത്തൊരു കാര്യമില്ല. പക്ഷേ നമുക്ക് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ 10th ഒരു നഴ്സിങ്ങിന് പോകണം, ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അത്രയും ആഗ്രഹമുള്ള ആളാണെങ്കിൽ ടു ഡു വിത്ത് സയൻസ്. അത്രയും എനിക്ക് പറയാനുള്ളൂ. ആ സ്ഥാനത്ത് നമ്മളെന്താ പറയുക, എന്തോ ഒരു ഐഡിയ ഇല്ല, വീട്ടുകാരെ നിർബന്ധിക്കുന്നത് സയൻസ് എടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണെങ്കിൽ വെറുതെ എന്തിനാണ്, കഴിയുന്ന പണിക്ക് പോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതും എനിവേ സയൻസ് എടുത്തു പോയി എന്ന് വരിക, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ സയൻസിലൊക്കെ അപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടൊരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ആണല്ലോ മെയിനായിട്ട് സബ്ജക്ട്സ് വരുന്നത്. അഡീഷണൽ ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഇപ്പോൾ മലയാളം അല്ലെങ്കിൽ സംസ്കൃതം അങ്ങനെ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെങ്കിൽ ബയോളജി വലിയ കാര്യമില്ല. കംപ്ലീറ്റ് ഇങ്ങനെ തിയറിയാണ്. +1ലും +2ലും നമുക്ക് പഠിച്ചു പോകാൻ ഉള്ളതൊക്കെ ബയോളജിയിലുള്ളൂ. പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും കുറച്ചൊരു ടഫാണ്. മാത്സ് നമ്മൾ മറന്നു വരുന്നില്ല, മാത്സ് ഉണ്ടല്ലേ. മാത്സിലും +1ൽ വലിയ കുഴപ്പമില്ല. +2ൽ കുറച്ചുകൂടിയാണ് ഇൻറ്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ നമ്മൾ എഴുതി തന്നെ പഠിക്കണം, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് മനസ്സിലാക്കി വെക്കാനൊന്നും പറ്റൂല. എഴുതുക, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഏതെങ്കിലും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ വന്നാൽ രക്ഷപ്പെട്ടു. അത്രയും ഞാൻ പറയുന്നുള്ളൂ മാത്സിൻ്റെ കാര്യത്തിലൊക്കെ കേട്ടോ. ഇത് വെച്ചാൽ ഞാനൊരു മാത്സ് ലവറേ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. പിന്നെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിസിക്സ് ഒക്കെ +1 വലിയ സീനില്ല. +2 ആകുമ്പം കുറച്ചുകൂടി ഡെറിവേഷൻസ് കൂടുതൽ വരുന്നുണ്ട്. മറ്റേ ലോ ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ മിറർ ലോയോ അങ്ങനെ എന്തൊക്കെയോ ലോസ് കാര്യങ്ങളൊക്കെ നമ്മൾ +2ൽ വരുന്നുണ്ട്. അതൊക്കെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ്. നമ്മൾ നല്ലോണം ചിന്തിച്ച് നമുക്ക് അതിൻ്റെ ഓരോ പോയിന്റ് ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രം എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിനൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. +2 കെമിസ്ട്രിയിലാണല്ലോ, ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ. അതൊക്കെ ഒരു ഇൻട്രസ്റ്റിൽ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിലൊരു കുട്ടി എണ്ണം നമ്പറൊക്കെ പഠിക്കുന്ന രീതിയിൽ പഠിക്കേണ്ട, ഒരു ഇഷ്ടത്തോടെ കൂടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രി നിങ്ങൾക്കും ഈസി ആക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ +1 +2നോടുള്ളൊരു നമ്മുടെ സയൻസ് സ്റ്റുഡൻറ്റിനോടുള്ള അപ്രോച്ചാണ് ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. കൊമേഴ്സിനോട് ഹ്യൂമാനിറ്റീസ് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് കേട്ടോ. ഇനിമേ കുറച്ചുകൂടി തിയറിറ്റിക്കലാണ് ഹ്യൂമാനിറ്റീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്നാൽ കണക്ക് കാര്യങ്ങളൊക്കെ കൊമേഴ്സിലുണ്ടെങ്കിൽ കൂടിയിട്ട് വലിയ ടഫല്ല എന്നാണ്. വലിയ ടഫ് എന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ മാത്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ടഫുള്ള മാത്സും നല്ല കൊമേഴ്സിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ വിഷൻ അനുസരിച്ച് യു ക്യാൻ ചൂസ് ഏത് സബ്ജക്ട്സ് വേണമെങ്കിലും. അപ്പം നമ്മുടെ ഡിഗ്രിയിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ സ്റ്റഡി വ്ളോഗ് ഇല്ല, ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച്, നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ അനുസരിച്ച് മാത്രം ഞാൻ സ്റ്റഡി വ്ളോഗ് കാര്യങ്ങൾ ഇടുന്നതാണ്.
അപ്പം ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചോദിക്കാം. പഠിക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വലിയൊരു പഠിപ്പിയൊന്നുമല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു വരിക. ഏത് സ്റ്റുഡൻസ് ആണെങ്കിലും കേട്ടോ, ഈവൻ 7ന് താഴോട്ടുള്ള 1ാം ക്ലാസ് മുതലുള്ള ഏത് സ്റ്റുഡൻസ് ആണെങ്കിലും പറഞ്ഞുതരാം. പിന്നെ CBSE ആണെങ്കിലും എനിക്ക് CBSE ആയിട്ട് വലിയൊരു ഐഡിയ ഇല്ല. ഞാൻ സ്റ്റേറ്റിൽ പഠിച്ച ഒരാളായതുകൊണ്ട് CBSE ആയിട്ട് എനിക്ക് തീരെ ഒരു ഐഡിയ ഇല്ല. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രിക്സും ടിപ്സും എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ട വീഡിയോ സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ മേ ബി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്ര വരെ കണ്ടവർക്ക് വെരി 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 താങ്ക്സ്. നമ്മൾ ഈ ഒരു ബുക്ക് വെച്ചിട്ട് ഞാൻ എക്സാമ്പിളായിട്ട് സ്റ്റഡി വ്ളോഗായിട്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ വീണ്ടും കാണുമായിരിക്കും. ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.